നമസ്കാരം സർ. നമസ്കാരം സർ, കുറച്ച് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് നയിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ ജയിലിലേക്ക് വരെ. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ മലയാളികൾ ഞെട്ടലോടല്ലേ കേൾക്കുന്നത്. കാരണം ഇത്രയും സത്യസന്ധനും നിഷ്കളങ്കനുമായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്. മന്ത്രിതലത്തിൽ ഉൾപ്പെടെ ഇങ്ങ് താഴേക്കിടയിൽ വരെ, ഉദ്യോഗസ്ഥ തലത്തിൽ വരെ അദ്ദേഹത്തിന് ഭീഷണികളുണ്ട്. തകർക്കാൻ പലവിധ കാര്യങ്ങൾ ഇന്നലെ വരെയും ചെയ്തിരുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ സർവീസിൽ സേവനത്തിന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ വില കൽപ്പിക്കുന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റും വില കൽപ്പിക്കുന്നില്ല, സഹപ്രവർത്തകരും വില കൽപ്പിക്കുന്നില്ല, ട്രേഡ് യൂണിയനും അതായത് സർവീസ് സംഘടനകളും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ തന്നെ സർക്കാർ സർവീസ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ, കർഷകർക്ക് പ്രയോജനമില്ലാത്ത കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, രോഗിക്ക് പ്രയോജനമില്ലാത്ത ആശുപത്രികൾ, പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ട്രാൻസ്പോർട്ട്, നമ്മളെ പീഡിപ്പിക്കുന്ന ട്രാൻസ്പോർട്ടാണ്. നിങ്ങളെ ഫൈൻ അടിക്കാനായിട്ടുണ്ട്, പക്ഷേ ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രയോജനവും കിട്ടുന്നില്ല എന്നൊരു കാര്യം. പിന്നെ ലൈസൻസ്, അതിന് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാതെ നമുക്ക് എന്ത് സേവനമാണ് കിട്ടുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ അസംബ്ലിയിൽ പറഞ്ഞത് 7,50,000 ഫയലുകൾ സർക്കാർ തലത്തിൽ കെട്ടിക്കിടക്കുന്നു. സെക്രട്ടേറിയറ്റിൽ 14 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറയുന്നെങ്കിൽ ഇത്രയും ഫയലുകൾ കെട്ടിക്കിടക്കുമ്പോൾ ഏതാണ്ട് ഒരു ജീവിതമല്ല, ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് പലതും കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 5-8 ലക്ഷം ജനങ്ങളുടെ ആയുസ്സും ആത്മാവും അതിനകത്ത് ഹൂതി ചെയ്യുകയാണ് ചെയ്തത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് പറയുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ ഒരു അവസാന ഘട്ടം എത്തി നിൽക്കുകയാണ്. ഇനി ഉണ്ടാകുമോ തുടർ ഭരണം? ഇത്തരത്തിൽ പോയാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഘട്ടം എത്തി നിൽക്കുമ്പോഴാണ് പലതും ഇത്തരത്തിലുള്ള 7.5 ലക്ഷം ഫയലുകളുടെ ഉൾപ്പെടെ കാര്യം പുറത്തേക്ക് വരുന്നത്. വീണ ജോർജ് തുടക്കമിട്ട സിസ്റ്റത്തിൻ്റെ അപാകത അത് പലയിടങ്ങളിലായി, പല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, പല മേഖലയിലും അതിപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് സിസ്റ്റം, എവിടെ നിന്നാണ് തകരാറ് സംഭവിച്ചത്? ഇവരല്ലേ അത് നോക്കേണ്ടത്? സിസ്റ്റം തകരാറിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതിൻ്റെ ഡ്രൈവർ, അതിൻ്റെ മെക്കാനിക്ക്, അതിൻ്റെ കിളി എല്ലാം ആരാണ്? സർക്കാരാണ്. നമ്മളൊരു വണ്ടി തകരാറിലാണെന്ന് പറയില്ലേ, ഭരണയന്ത്രമാണിത്. ഈ യന്ത്രം തകരാറിലാകുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇതിൻ്റെ ഡ്രൈവറായ സർക്കാരിനാണ്. ഇത് മെയിൻ്റെനൻസ് ചെയ്യേണ്ട സർക്കാരാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതല്ലെങ്കിൽ അതിനുള്ള ബോധമില്ല, ബുദ്ധിയില്ല. 5-5.5 ലക്ഷം പേരെ ഞങ്ങൾ കൂലിപ്പണിക്കാരായിട്ട് ഈ കേരളത്തിൽ ഇറക്കി വിട്ടിരിക്കുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി പാദസേവ ചെയ്യണം എന്നുള്ളതാണ്. പാദപൂജയെ എതിർത്തവരാണ്, പക്ഷേ പാദസേവ ചെയ്യാനാണ് ഇപ്പം സർക്കാർ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതിന് അടിമത്തത്തോടുകൂടി നിന്നു കൊടുക്കുന്ന കുറേ സർവീസ് സംഘടനകൾ ഇപ്പോൾ ഉദയം ചെയ്തിരിക്കുകയാണ്. ഇതിന് പകരം സർവീസ് സംഘടനയിലെ പലർക്കും PSCയിൽ മെമ്പർഷിപ്പ്, PSC മെമ്പറാവാനുള്ള അവസരം, മറ്റ് പല ബോർഡുകളിലും അതിലുമൊക്കെ കയറി പറ്റാനുള്ള അവസരം. ഇതൊരു സർക്കാർ എന്ന് പറയുന്ന ഒരു കറക്ക് കമ്പനിയായി മാറിയോ എന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. സർ, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ച ഡോക്ടർ ഹാരിസ് അപ്പോൾ അത് തുടക്കമിട്ടു. പിന്നീട് വീണ ജോർജിന് ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞ് വീണതുൾപ്പെടെ ഒരു വലിയ ഒരു സംഭവ വികാസമായിട്ട് മാറി. ഒരുപക്ഷെ ആ ഒരു കലിപ്പ് അടങ്ങാതെ ഡോക്ടർ ഹാരിസിൽ നിന്ന് വീണ്ടും തുടക്കമിടുകയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഹാരിസിന് എന്തായാലും ഒരു തിരിച്ചടി കിട്ടുമെന്നുള്ളത്. പക്ഷേ ജനങ്ങൾ ഡോക്ടറിനോടൊപ്പമായിരുന്നു. ഈ കേട്ടിരിക്കുന്ന നമ്മൾ ഉൾപ്പെടെ ഡോക്ടർ ഹാരിസിനോടൊപ്പമായിരുന്നു. സത്യസന്ധനായ, ഒരു പക്ഷേ കളങ്കരഹിതമായ കൈകളാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. കാരണം അദ്ദേഹം ചെറിയൊരു ബൈക്കിലൊക്കെയാണ് വരുന്നത്. വലിയ പ്രൗഢിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമ്പാദ്യമൊന്നും അദ്ദേഹത്തിന്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തോരം സമ്പാദിക്കുമെന്നുള്ളത്. ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിനെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. വീണ ജോർജ് കുറച്ച് ദിവസം മുമ്പ് ആദ്യം ഒരു ഇതിട്ടിരുന്നു, ഈ പറഞ്ഞോണം ഉപകരണം കാണുവാനില്ല, പിന്നീട് കണ്ടെത്തുന്നു, പിന്നീട് കള്ളക്കളികൾ നടത്തിയെന്ന് പറയുന്നു, അത് നടത്തുന്നു. എന്തായാലും അവസാനം എല്ലാം ഉണ്ട് എന്നുള്ളൊരു തരത്തിലേക്ക് എത്തുമ്പോൾ എന്തുമാത്രം അദ്ദേഹത്തിനെ പീഡിപ്പിച്ചു നമുക്കറിയാം. ഇതിന് മുമ്പുള്ള പല കാര്യങ്ങളും പിടിച്ചു നിൽക്കാനാവാതെ മരണപ്പെട്ടു പോയവരുടെ ഉൾപ്പെടെ സാറിന് മനസ്സിലായല്ലോ ഞാൻ ഏതാ പറയുന്നതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു പക്ഷേ ഡോക്ടർ ഹാരിസിൻ്റെ ഈ മെസ്സേജ് ഒരു പക്ഷേ അദ്ദേഹവും മരണത്തിലേക്ക് നയിക്കുമെന്ന് ഒരു സൂചന, അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ കൂടെ ഉള്ളവരുടെ ഒരു ബലമായിരിക്കാം, ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കാം അദ്ദേഹം ഇന്നും ജീവനോടിരിക്കുന്നത്, അല്ലേ? അദ്ദേഹം രക്ഷപ്പെട്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഈ പ്രശ്നം സർക്കാർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്.
വീണ ജോർജും അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും കൂടെ ചേർന്ന് നടത്തിയ പ്രസ്താവനയിലും കൂടെ ജനങ്ങൾക്ക് ബോധ്യമായി ഇദ്ദേഹം പരമശുദ്ധനാണ്, ഇദ്ദേഹത്തിനെ വളഞ്ഞിട്ടടിക്കാനായിട്ട് പേപ്പട്ടിയെ തല്ലുന്ന പോലെ തല്ലാനായിട്ട് സർക്കാർ തന്നെ വടിവാളെടുത്തിറങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് മാധ്യമങ്ങളും ജനങ്ങളും ഡോക്ടർ ഹാരിസിനൊപ്പം നിന്നത്. കാരണം ഇത്ര നല്ലൊരു മനുഷ്യനെ ഇത്ര ക്രൂരമായി പണിഷ് ചെയ്യുന്നത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് സഹിച്ചില്ല. ഈ മാധ്യമങ്ങളിലൂടെ അവരത് കണ്ടത് മുഴുവൻ അവർക്ക് പ്രതികാര ബുദ്ധിയോടെ നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഹാരിസ് രക്ഷപ്പെട്ടത്. ഡോക്ടർ ഹാരിസ് അല്ലെങ്കിൽ വളരെ ക്രൂരമായി ഒന്നുകിൽ സ്വയം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേറെ ആരാലും പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയേനെ. സർ, നമുക്കറിയാം അതിൽ ആ ഒരു റെസിപ്റ്റൊക്കെ കണ്ടെത്തിയതും ഉപകരണം കാണുന്നില്ലെന്നൊക്കെയുള്ള വീണ ജോർജ് വന്നിരുന്ന് ഭയങ്കര ഇതായിട്ട് പറയുമ്പോൾ ഒരു പക്ഷേ ചിലവരുടെയെങ്കിലും ഇടയിൽ ഒരു സംശയത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഡോക്ടർ ഹാരിസ് ഉണ്ടായിരിക്കാം. പക്ഷേ അത് പിന്നീട് ഈ പറഞ്ഞതുപോലെ ആ ഉപകരണം കേടുപാടുകൾ സംഭവിച്ചത് കൊണ്ടുവന്ന് നന്നാക്കാൻ കൊടുത്ത അവർ തന്നെ ആ ഒരു സ്ഥാപനം തന്നെ പറഞ്ഞു ഇത് വെറും ഒരു ഇത് തന്നെയാണ്, പേ സ്ലിപ്പാണ്, അല്ലാതെ വാങ്ങിയതിൻ്റെ ഇതല്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അദ്ദേഹം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടത് ഈ പത്രപ്രസ്താവന നടത്തിക്കൊണ്ടാണ്. അതായത് ഈ വേകുന്നതിന് മുമ്പേ ഇങ്ങനെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. വേവിക്കാനായിട്ടെല്ലാം അടുപ്പത്ത് വെച്ചു, എന്നിട്ട് ആളെ എടുത്ത് അതിനകത്ത് ഇട്ടു. പക്ഷേ വെന്ത് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് പുറത്തെടുത്ത് കളഞ്ഞു. ആ അബദ്ധമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും കൂടെ ചെയ്തത്. ഈ 2 പേര് ഈ ബഫൂണുകളുടെ മാതൃകയിൽ വന്നു നിന്ന് പത്രപ്രസ്താവന നടത്തിയതാണ് അപകടമായത്. അതോടുകൂടിയാണ് ഈ കാര്യം പൊളിഞ്ഞു പോയത്. ഇല്ലെങ്കിൽ ഇത് വല വീശി കുടുങ്ങിയതാണ്. കാരണം അവിടെ അഡീഷണൽ ആയിട്ടൊരു ബില്ലിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് കേസ് മാറി. ഇത് അവരുടെ വായിൽ തന്നെ വരികയും ഇതിന്നൊരു കമ്പനിയുടെ ആണെന്ന് പറയും. കമ്പനിയിലേക്ക് മാധ്യമപ്രവർത്തകർ ചെന്ന് ചോദിക്കുകയും അപ്പോഴത് ഈ ഉപകരണത്തിൻ്റെ അല്ല വേറൊന്നിൻ്റെ ആണെന്നും ഇതിൻ്റെ ഒരു പാർട്ട് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം സമീപിച്ചതാണെന്നും അതിന് 2 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞെന്ന് ആ 2 ലക്ഷം രൂപ തരാൻ സർക്കാരിൻ്റെ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചയച്ചതാണെന്നും ഒക്കെയുള്ള കഥ ജനം എങ്ങനെ അറിയുന്നേ? ഇല്ലെങ്കിൽ ജനം വിചാരിക്കുന്നത് എന്താ? ഇദ്ദേഹം അവിടുന്ന് ഒരു 20 ലക്ഷം രൂപയുടെ ഒരു സാധനം മോഷ്ടിച്ചു, ഓസിനോസ്കോപ്പി എന്ന് പറഞ്ഞ സാധനം മോഷ്ടിച്ചു, അത് മോഷ്ടിച്ചതിൻ്റെ ഫലമായിട്ട് ഇയാൾക്ക് ശിക്ഷ കിട്ടണം എന്നല്ലേ വിചാരിക്കുള്ളൂ. ജനം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം മറന്നുപോകും, അവരറിയുകയില്ല. ഇതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകാൻ പറ്റില്ല. ഈശ്വരാധീനം, അതായത് നല്ല സേവകർക്ക് ദൈവത്തിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്ന് പറയില്ലേ, നല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങൾ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പറയും. ആ കരങ്ങളാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് 2 അവിവേക പ്രസ്താവനകളുമായിട്ട് ഈ 2 വ്യക്തിത്വങ്ങൾ വരാൻ കഴിയുമെന്ന്. ഇതില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പൂട്ടി ഇപ്പം നമ്മൾ കാണുന്നത് ഡോക്ടർ ഹാരിസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തെന്നും ഈ 20 ലക്ഷത്തിന് പേരിൽ അദ്ദേഹത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതുമായിരിക്കും. സാർ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി കാര്യമായിട്ട് അറിയാം. പക്ഷേ ഇനിയും ഇത്തരത്തിൽ ഡോക്ടർ ഹാരിസിന് നേരെ വരാൻ സാധ്യതയില്ലേ? എത്തരത്തിലായിരിക്കും ഇനി അവർ ഒരു നിയമ ഇതിലേക്ക് പോകുന്നത്? ഇപ്പം തൽക്കാലം ശാന്തമായിരിക്കുക, ഒന്നും അദ്ദേഹത്തിൻ്റെ മേലെ ഏൽക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി വീണ ജോർജ് ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇനി ഇദ്ദേഹത്തിൻ്റെ മേൽ വരാനില്ല, കാരണം കലിപ്പ് കെട്ടടങ്ങത്തില്ലല്ലോ. അല്ല, കലിപ്പ് കെട്ടടങ്ങത്തില്ല. പക്ഷേ ഇപ്പം വരാൻ ഇനി ചാൻസ് കുറവാണ്. കാരണം ഇനിയിപ്പം ഇലക്ഷനുകളും ഇതൊക്കെ വരാൻ പോകണം. അതുമാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് കണക്കാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഇപ്പോൾ പേരിനെങ്കിലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, അദ്ദേഹത്തെ ക്രൂശിച്ചാൽ ആ കുരിശ് ഞങ്ങൾ തച്ചുടയ്ക്കുമെന്ന് പറയാനായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിരിക്കും. സർ, നമ്മൾ കാണുന്നതാണ് നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, ഏത് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായോ രാജിവെക്കുക എന്നുള്ളൊരു കാലം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ നമ്മൾക്ക് ഒരു പക്ഷേ മുൻനിർത്തി പറയാം. പക്ഷേ ഈ ഒരു പിണറായി സർക്കാരിൻ്റെ പിണറായിസം വന്നതിന് ശേഷം എന്തും ഞങ്ങൾ നടത്തും, ഞങ്ങൾ മാറില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുമ്പോൾ സാർ ഒരു അഡ്വക്കേറ്റാണ്, ഇതിനൊരു മാറ്റിക്കുറിക്കാൻ എന്താണ് നമ്മുടെ മുന്നിലുള്ളത്? ഇതിനകത്ത് കോടതികളൊന്നും നമുക്ക് ഫലപ്രദമാവില്ല. കോടതികൾക്ക് മുമ്പിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നിൽക്കുന്നത് സർക്കാരിൻ്റെ ഗവൺമെൻറ് ലീഡറാണ്. ആ ഗവൺമെൻറ് ലീഡർ ഇതുപോലത്തെ ഒരു സേവകരായി മാറിയിരിക്കുകയാണ്. എങ്ങനെ സത്യത്തെ കള്ളമാക്കി അവിടെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് പല വിധികളും തലതിരിഞ്ഞു പോകുന്നത്. കൊലപാതകമല്ലാതാകുന്നു, അത് ആത്മഹത്യയായിട്ട് ചിലപ്പം ചിത്രീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ബലാത്സംഗങ്ങളല്ല, അത് വെറും പരസ്പര സമ്മതത്താലുണ്ടായ സമ്മതിയാണ്, അതിൻ്റെ വ്യക്തിവിദ്വേഷമാണെന്നൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതാണ്. ഒരു കോടതിയിൽ
ഒരു കേസ് എങ്ങനെയാണ് നമ്മൾ പരീക്ഷിക്കുന്നത്? അതായത് സർക്കാരാണ് നമ്മുടെ പരീക്ഷ. സർക്കാരിൻ്റെ വക്കീലാണ് നമുക്ക് വേണ്ടിയിട്ട് വാദിക്കേണ്ടത്. നമ്മുടെ ഭൂമിയും സ്വത്തും ജീവനും എല്ലാം സംരക്ഷിക്കേണ്ടത് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ വക്കീൽ വേണം അത് വാദിക്കാൻ. സർക്കാരിൻ്റെ വക്കീൽ സർക്കാർ പറയുന്നത് കേൾക്കുള്ളൂ. അപ്പോൾ പിന്നെ കോടതിക്ക് എന്ത് ചെയ്യാനാ? പ്രതിഭാഗം വക്കീലിന് വന്നിട്ട് അധികം ഒന്നും സർക്കാരിൽ നിന്നെടുത്ത് പറയാൻ പറ്റില്ല. സർക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ ജുഡീഷ്യറിയാണ്. മനസ്സിലായില്ലേ? ജഡ്ജിനെ സഹായിക്കാനുള്ള ആളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇവിടെ നേരെ തിരിച്ചാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ജഡ്ജിനെ തെറ്റിദ്ധരിപ്പിക്കാനും യഥാർത്ഥ പിന്നെ ഇരയെ ഒറ്റിക്കൊടുക്കാനുമുള്ളവരാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നന്നാകുക. നേരത്തെ സിസ്റ്റത്തിൻ്റെ കാര്യം ചോദിച്ചതിൽ ഇതെല്ലാം പെടുന്നതാണ്. സിസ്റ്റത്തിൽ ആദ്യം ചെയ്യേണ്ടത് ഡ്രൈവറെ ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കണം. ഭരണയന്ത്രം തിരിക്കേണ്ടത് നമ്മുടെ ഭരണഘടനയിൽ അത് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ ജോലിയല്ല അഡ്മിനിസ്ട്രേഷൻ. പാർലമെൻറ്റിൻ്റെ ജോലി, വീണ ജോർജിൻ്റെ ജോലി എന്താണ്? വീണ ജോർജിൻ്റെ ജോലി എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ പരിഹരിക്കുന്നതിന് വേണ്ട ഉത്തരവുകൾ ഇറക്കി കൊടുക്കുക, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവിടുത്തെ സെക്രട്ടറിക്കും DMEക്കും കൊടുക്കുക. ഇതൊക്കെ മാത്രമാണ്. അല്ലാതെ അവിടുത്തെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടുക, എന്നിട്ട് അയാളുടെ ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ച് ഇവർ വാദോരാതെ പറയുക. ഇത് ഞാൻ കേട്ടിട്ടില്ല ഒരു മന്ത്രി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഡിസിപ്ലിനറി ആക്ഷൻ പൂർണ്ണമാകുന്നതിന് മുമ്പേ അയാൾ കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ ഈ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഇതൊരു പുതിയ തുടക്കമാണ്. ശരിക്കും നമ്മൾ കേരളത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം മുഴുവനും ഇപ്പോൾ എന്താ പറയുന്നത്, ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട് 4 പില്ലറിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഒന്ന് കോടതി, അതേപോലെ തന്നെ രാഷ്ട്രീയം, അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകർ, ഇങ്ങനെ പല പില്ലർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇടിഞ്ഞു വീഴുകയോ ഏതെങ്കിലും ഒന്ന് മുകളിലോട്ട് പോവുകയൊക്കെ ചെയ്ത ഈ സിസ്റ്റം മൊത്തത്തിൽ തകരാറാവുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. പാർലമെൻറ്റ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്. ഇപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ജോലിയും കൂടെ ഈ പാർലമെൻറ്റ് ചെയ്യുകയാണെന്നേ. ഇപ്പം മന്ത്രിമാർ എന്ന് പറയുന്നത് അവർക്ക് ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള അധികാരമില്ല. ഉത്തരവുകൾ പുറപ്പെടുവിച്ചാൽ ആ ഉത്തരവുകൾ നടപ്പിലാക്കേണ്ടത് സെക്രട്ടറിയും ഡയറക്ടറുമാണ്. അവർക്കത് ഫ്രീഡം കൊടുക്കണം. അവർക്ക് ഫ്രീഡം കൊടുക്കാതെ അവരെ കൊണ്ട് ഏതാണ്ട് വിടുപണി ചെയ്യിക്കുന്ന പോലെ ചെയ്യിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അവരുടെ നമ്മൾ എന്തിനാ ഈ IASകാരെയും IPSകാരെയും ഇത്ര പാടുപെട്ട് നമ്മൾ വലിയ പരീക്ഷയൊക്കെ നടത്തി തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? നാട്ടിലെ ഏറ്റവും നല്ല ബ്രെയിൻ അവിടെ വരണം. എന്നിട്ട് ഈ ബ്രെയിൻ ഉപയോഗിക്കാതെ 7ാം കൂലി ബ്രെയിൻ ഉപയോഗിക്കുകയാണ്. താൻ മിണ്ടാതിരി, ചീഫ് സെക്രട്ടറി അവിടെ മിണ്ടാതിരി, സെക്രട്ടറി അവിടെ മിണ്ടാതിരി, ഡയറക്ടർ മിണ്ടാതിരി, ജില്ലാ ഓഫീസർ മിണ്ടാതിരി, ഞാൻ പറയും അത് ചെയ്യുക. ഈ നിലവാരത്തിലേക്ക് താഴെ അത് സുപ്രീം കോടതിയും ബാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് പല കേസുകളിലും. ഇത് എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും. അഡ്മിനിസ്ട്രേഷൻ പോയാൽ തീർന്നില്ലേ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ദ ഗവൺമെൻറ് ആണ്. ആ ഡ്രൈവിംഗ് ദ ഗവൺമെൻറ് പ്രോപ്പർ ആയില്ലെങ്കിൽ ഒന്നുകിൽ വണ്ടി ഇടിച്ചു വീഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കുഴിയിൽ വീഴും. ഏതായാലും സാധാരണ ജനങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ കാരണം തൽക്കാലം ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വരുന്നതിനെ മുൻനിർത്തി ഏതായാലും ഇത്തരത്തിലുള്ള ഹാരിസുമാർക്ക് എത്രയോ ഹാരിസുമാർ ഇതുപോലെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഇത് ഒരു ഹാരിസിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത്തരത്തിൽ 10,000-കണക്കിന് ഹാരിസ്, ഞാൻ നവീൻ ബാബുവിൻ്റെ സംഭവം നടന്നപ്പോൾ പറഞ്ഞതാണ്. 10,000-കണക്കിന് നവീൻ ബാബുമാർ ഇവിടെ ക്രൂശിക്കപ്പെട്ടപ്പോൾ ഒരു നവീൻ ബാബുവാണ് നമ്മൾ കണ്ടത്. അതുപോലെ 10,000-കണക്കിന് ഹാരിസുമാർ ഇവിടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ ചക്രശ്വാസം വലിച്ചും ചിലർ നിർജ്ജീവമായും ഈ സർവീസിനകത്ത് കിടപ്പുണ്ട്. എനിക്കറിയാമത്. അത് കിടക്കുമ്പോഴാണ് ഈ ഹാരിസിനെ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കർമ്മഫലം കൊണ്ട് ദൈവം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതാണ്.